നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് പ്രകാരം അവധി ദിവസങ്ങളായ മാർച്ച് 29, അതായത് ഈ മാസം 29, 31, അടുത്ത മാസം 1 തീയതികളിൽ പത്രിക സമർപ്പിക്കാനാവില്ല. ഏപ്രിൽ 4 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെയാണ് പത്രികാ സമർപ്പണത്തിനുള്ള സമയം. കേന്ദ്ര സർക്കാർ പ്രവൃത്തി ദിവസങ്ങളായ ഈ മാസം 28, 30, അടുത്ത മാസം 2, 3, 4 തീയതികളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. അടുത്ത മാസം 5 സൂക്ഷ്മ പരിശോധന നടക്കും. അടുത്ത മാസം 8 പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. എം മുകേഷ് ജില്ലാ വരണാധികാരിക്ക് മുമ്പിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. ജില്ലാ കളക്ടർ എൻ ദേവിദാസാണ് വരണാധികാരി. കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിലെ CIT ഓഫീസിൽ നിന്ന് ഇടതുമുന്നണി നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായി എത്തിയിട്ടാണ് എം മുകേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. NK പ്രേമചന്ദ്രൻ അടുത്ത മാസം 4 തീയതി പത്രിക സമർപ്പിക്കുമെന്നാണ് കരുതുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കാസർഗോഡ് NDA സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി വരണാധികാരിയുടെ മുമ്പിലേക്ക് എത്തുന്നതും നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാവുന്നതാണ്. അർജുൻ ഹേമ കാസർഗോഡ് നിന്ന് നമ്മോടൊപ്പം ഉണ്ട്. അർജുൻ, NDA സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം അല്പസമയത്തിനകം നടക്കും. തീർച്ചയായും നികേഷ്, അല്പസമയത്തിനുള്ളിൽ തന്നെ വരണാധികാരിക്ക് നാമനിർദ്ദേശ പത്രിക BJP സ്ഥാനാർത്ഥിയായ നൽകും. അതിനി കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. വരണാധികാരിക്ക് മുന്നിലേക്ക് BJP സ്ഥാനാർത്ഥി ML അശ്വനി കാസർഗോഡ് NDA സ്ഥാനാർത്ഥിയാണ്. ML അശ്വനിയും അല്പസമയത്തിനകം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കൊല്ലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി M മുകേഷ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും പ്രതിജ്ഞയും പൂർത്തിയാക്കുകയാണ്. ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും M മുകേഷ് ദൃഢപ്രതിജ്ഞയാണ് ചെയ്തിരിക്കുന്നത്. കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ് M മുകേഷ്. അദ്ദേഹം തുടർച്ചയായ 2ാം തവണയാണ് കൊല്ലം നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. ഇത്തവണ NK പ്രേമചന്ദ്രനെതിരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ തവണ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച KN ബാലഗോപാലാണ് അദ്ദേഹത്തോടൊപ്പം അനുഗമിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രമുഖനായ ഒരു നേതാവ്. CPI-യുടെയും CPIM-ൻ്റെയും നേതാക്കൾ ഒപ്പമുണ്ട്. M മുകേഷ് അല്പം മുമ്പാണ് CIT ഓഫീസിൽ നിന്ന് പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊപ്പം പ്രകടനമായി ജില്ലാ വരണാധികാരിയെ കണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൻ്റെ അവസാന മിനിറ്റുകളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അല്പസമയത്തിനകം തന്നെ മുകേഷും ജില്ലാ LDF നേതാക്കളും മാധ്യമങ്ങളെ കാണും എന്നാണ് KN ബാലഗോപാൽ അല്പം മുമ്പ് പറഞ്ഞത്. ഗംഭീരമായിരിക്കുന്നു എന്നാണ് മുകേഷിൻ്റെ റിപ്പോർട്ടർ TV-യോടുള്ള ആദ്യ പ്രതികരണം. ഗംഭീരമായ രീതിയിലുള്ള പ്രചരണം പുരോഗമിക്കുന്നു എന്നാണ് മുകേഷ് അല്പം മുമ്പ് പറഞ്ഞത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ കാസർഗോഡ് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി BJP-യുടെ മഹിളാ മോർച്ച ദേശീയ കൗൺസിൽ അംഗവും മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ML അശ്വിനിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നുണ്ട്. നഴ്സറി അധ്യാപികയായ ML അശ്വിനി 2021 സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് മത്സരിച്ചത് ആദ്യം. ഇപ്പോൾ ML അശ്വിനി നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടത്തുകയാണ്. കടമ്പാർ ഡിവിഷനിൽ നിന്നുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ് ML അശ്വിനി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ BJP-ക്കായി ജനവിധി തേടുന്ന ആദ്യ വനിതാ സ്ഥാനാർത്ഥി കൂടിയാണ് ML അശ്വിനി.
വ്യത്യസ്തമായ ഭാഷയാണ് നമുക്ക് കേൾക്കാനാകുന്നത്. അല്പം കന്നഡ കലർന്ന മലയാളമാണ് കാസർഗോഡ് നമ്മൾ കേൾക്കുക. സപ്തഭാഷാ സംഗമ ഭൂമിയാണ് കാസർഗോഡ്. ഭാഷാ ന്യൂനപക്ഷമാണ് എം എൽ അശ്വിനിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കാസർഗോഡ് മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള കാസർഗോഡുമായി ചേർന്ന് കിടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള കൂടുതൽ വോട്ട് BJP പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിച്ചിരുന്നു, കാസർഗോഡും ഒപ്പം തന്നെ പത്തനംതിട്ടയും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 ജില്ലകളിൽ നിന്നാണ് കെ സുരേന്ദ്രൻ മത്സരിച്ചത്. എം എൽ അശ്വിനി പത്രികാ സമർപ്പണം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ എം മുകേഷ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. അവസാന മിനുക്കുവണികളാണ് നമ്മൾ കാണുന്നത്. കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി എം മുകേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. വരണാധികാരിയായ ജില്ലാ കലക്ടർ N ദേവിദാസിന് മുൻപാകെയാണ് എം മുകേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിലെ CIT ഓഫീസിൽ നിന്നും ഇടതുമുന്നണി നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒപ്പം പ്രകടനമായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക എം മുകേഷ് സമർപ്പിച്ചിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ അടുത്ത മാസം 4-ന് പത്രിക നൽകുമെന്നതാണ് വിവരം. ഇന്നു മുതലാണ് സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിക്കുന്നത്. നെഗോഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് പ്രകാരം അവധി ദിനങ്ങളായ ഈ മാസം 29, 31, അടുത്ത മാസം 1 തീയതികളിൽ പത്രിക സമർപ്പിക്കാനാവില്ല. അടുത്ത മാസം 4-ആണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെയാണ് പത്രികാ സമർപ്പണത്തിനുള്ള സമയം. കേന്ദ്ര സർക്കാർ പ്രവൃത്തി ദിവസങ്ങളായ 28, 30, അടുത്ത മാസം 2, 3, 4 തീയതികളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. അടുത്ത മാസം 5-നാണ് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടക്കുക. അടുത്ത മാസം 8 നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ദിവസമാണ്. 2 സ്ഥാനാർത്ഥികൾ, പ്രമുഖമായ 3 മുന്നണികളിലെ 2 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടങ്ങിയ മണിക്കൂറിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൻ്റെ ഇടതുവശത്ത് കാണുന്നത് എം മുകേഷ് MLA കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് എം മുകേഷ്. വലതുവശത്ത് കാണുന്നത് കാസർകോട്ടെ NDA സ്ഥാനാർത്ഥി, BJPയുടെ സ്ഥാനാർത്ഥി ML അശ്വിനി നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയാക്കിയിരിക്കുന്നു.